ഹലോ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ഈ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് വെൽഡിങ്ങിനെ പറ്റിയാണ്. ഇപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, സെക്കൻഡ് മോഡ്യൂളിൽ 2 ടോപ്പിക്സാണ് മെയിൻലി ഉള്ളത്. ഒന്ന് പൗഡർ മെറ്റലർജി, രണ്ടാമത്തത് വെൽഡിങ്ങും. പൗഡർ മെറ്റലർജി നമ്മൾ കഴിഞ്ഞ വീഡിയോ കൊണ്ട് ഏകദേശം കംപ്ലീറ്റ് ആക്കി. പിന്നെ വരുന്ന ഒരു 4-5 വീഡിയോസിൽ ഈ വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും കൂടെ മെയിൻ ടോപ്പിക്കും കൂടി സെക്കൻഡ് മോഡ്യൂളിലുള്ളൂ. അപ്പോൾ ഈ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ സെക്കൻഡ് മോഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 2-3 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് മെത്തേഡ്സിനെ പറ്റി കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി തേർഡ് മോഡ്യൂളിലും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് വെൽഡിംഗ് മെത്തേഡ്സിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ബേസിക്കലി സെക്കൻഡ് മോഡ്യൂളിൽ വെൽഡിങ്ങിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2-3 വെൽഡിംഗ് മെത്തേഡ്സുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ആക്ച്വലി നമ്മൾ BME എന്ന് പറയുന്ന സബ്ജക്റ്റിൽ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ BME ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അതിൻ്റെ അവസാനത്തെ മോഡ്യൂളിലെ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങൾ പഠിച്ചായിരുന്നു വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലും നിങ്ങൾ വെൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കണ്ടു കാണും, ചിലപ്പോൾ പ്രാക്ടീസും ചെയ്ത് കാണും. അപ്പോൾ നിങ്ങൾ കണ്ട വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ്. അതായത് ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹീറ്റ് ഉപയോഗിച്ചാണ് വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്ന ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നിങ്ങൾ മിക്കവാറും മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലെല്ലാം കണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ BME എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താണെന്നാലും എൻ്റെ വീഡിയോസ് ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ ആൾറെഡി ഇട്ടിട്ടുണ്ട്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സെയിം വീഡിയോസ് തന്നെ നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് പഠിച്ചത് ഓർമ്മ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മതി. അപ്പം ആ വീഡിയോസിൽ വെൽഡിങ്ങിനെ പറ്റിയും അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിങ്, അപ്പോൾ അതിൽ ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, റെസിസ്റ്റൻസ് വെൽഡിങ്, സോളിഡ് ഫേസ് വെൽഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് വെൽഡിങ് ഉണ്ട്. അതിൽ ഗ്യാസ് വെൽഡിംഗ് ഒന്നും നമുക്ക് പഠിക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിലബസ് ഒന്നും കൂടെ നോക്കണം. ഗ്യാസ് വെൽഡിങ്ങും റെസിസ്റ്റൻസ് വെൽഡിംഗ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷേ ആർക്ക് വെൽഡിംഗ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. ഈ ആർക്ക് വെൽഡിംഗ് നമ്മൾ ഈ മോഡ്യൂളിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ആർക്ക് വെൽഡിംഗ് തന്നെ നിങ്ങൾ BMEയിലും പഠിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ആൾറെഡി പഠിച്ചു കാണും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മോഡ്യൂൾ ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ആ ടോപ്പിക്സ് അതുപോലെ തന്നെ ഒന്നും കൂടെ പഠിക്കേണ്ടതായിട്ട് വരും. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പം ഈ വീഡിയോസിൽ ഈ വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്ക് വെൽഡിങ്ങിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആർക്ക് വെൽഡിങ്ങിൻ്റെയും അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഈ ആർക്ക് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ബെയർ ഇലക്ട്രോഡ് എന്താണെന്നും കോട്ടഡ് ഇലക്ട്രോഡ് എന്താണെന്നും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്താണ്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്താണ് എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എല്ലാം ഈ ഒരു വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ആൾറെഡി പഠിച്ചിരിക്കുന്നു എന്ന കൺസെപ്റ്റിലാണ് ഞാൻ ബാക്കി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. എന്താണെന്നാലും ആ പോർഷൻസിൻ്റെ വീഡിയോസ് ഞാൻ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ. അപ്പോൾ അത് നോക്കി അറിഞ്ഞുകൂടാത്തവർ അത് കണ്ട് മനസ്സിലാക്കാം. എന്താണെന്നാൽ ആ പോർഷൻസ് എല്ലാം BMEയിൽ നമ്മൾ പഠിച്ചുവെങ്കിലും ആ പോർഷൻസ് എല്ലാം ഇപ്പോഴത്തെ സിലബസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ BME നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ് ഞാനത് ഇപ്പം പുതിയതായിട്ട് പഠിപ്പിക്കാത്തത്. എന്താണെന്നാലും നിങ്ങൾക്ക് കാണാനുള്ള വീഡിയോസ് എന്താണെന്നാലും ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് തീർച്ചയായും കാണുക. പിന്നെ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ റിക്വയർമെൻറ്റ്സും എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്, പിന്നെ ഉള്ളതാണ് ഈ വെൽഡ് ഡിഫക്ട്സ് എന്നുള്ളത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് വെൽഡ് ജോയിൻസിലുണ്ടാവാം, ഒരു 6-7 എണ്ണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും പഠിക്കുക. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ BMEയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന ഒരു കൺസെപ്റ്റിലാണുള്ളത്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ മോഡ്യൂൾ ഇനി പുതിയതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ വെൽഡിങ്ങിൻ്റെ 2 തിയറിറ്റിക്കലായിട്ടുള്ള 2 ചെറിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലൊന്നാണ് ഈ വെൽഡബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറയാം. ഈ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റൽ പീസസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഒന്നുകിൽ സിമിലർ ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള 2 ടൈപ്പ് മെറ്റീരിയലിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. എന്നാലും മോസ്റ്റ് കോമൺ ആയിട്ടും സിമിലർ ആയിട്ടുള്ള, അതായത് ഒരേപോലത്തെ മെറ്റൽ തമ്മിൽ, വർക്ക് പീസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ വെൽഡിംഗ് ഉപയോഗിക്കുന്നത്.
പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റൽസിനെയും നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സപ്പോർട്ട് ചെയ്യുന്ന മെറ്റൽസിന് മാത്രമേ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വെൽഡിംഗ് എന്ന പ്രോസസ്സ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ എല്ലാ മെറ്റൽസിനും നമുക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വെൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് വെൽഡബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം വെൽഡ് ചെയ്യാൻ പറ്റാത്ത മെറ്റൽസും ഒരുപാടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ, ഈ കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ വർക്ക് പീസ് ആണെങ്കിൽ അതിനെ വെൽഡ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോപ്പർ എന്ന് പറഞ്ഞാൽ അതിന് തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടിയ ഒരു മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വെൽഡ് ജോയിൻറ്റ് ഉണ്ടാകണമെങ്കിൽ ആ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഹീറ്റ് അപ്ലൈ ചെയ്ത് ആ പോയിന്റിൽ മാത്രം മെറ്റലിനെ മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഹീറ്റായിരിക്കും, വളരെ ഹൈ ഹീറ്റായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ കോപ്പറിന് തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്താലും അതിന് ചുറ്റും പെട്ടെന്ന് ആ ഹീറ്റ് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ആ വർക്ക് പീസ് ഫുള്ളും പെട്ടെന്ന് അങ്ങ് ഹീറ്റായെന്നിരിക്കും. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് മാത്രമാണ് ഹീറ്റാക്കുന്നതെങ്കിലും തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ആ വർക്ക് പീസ് തന്നെ മൊത്തത്തിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് ചൂടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൽറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഭാഗം പെട്ടെന്ന് അങ്ങ് മെൽറ്റായിപ്പോവും. മറ്റ് വർക്ക് പീസിലൊക്കെ ആണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി കുറവുള്ള വർക്ക് പീസിലൊക്കെ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ചൂടാക്കുമ്പം ആ പോയിന്റിലുള്ള മെറ്റൽ മാത്രമേ മെൽറ്റ് ആവത്തുള്ളൂ. പക്ഷേ കോപ്പറിൻ്റെ കേസിലാണെങ്കിൽ ഒരു ലാർജ് ഏരിയകളിലെ മെറ്റൽ പെട്ടെന്ന് അങ്ങ് മെൽറ്റായിപ്പോവും. അപ്പോൾ അത് കാരണം വെൽഡ് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടായിരിക്കും, വെൽഡിങ് പറ്റത്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം കോപ്പറിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വെൽഡബിലിറ്റി എന്നുള്ളത് പുവറാണ് കോപ്പറിനെന്ന് പറയാം. അപ്പോൾ അത് കോപ്പറിന് ഉപയോഗിച്ചുള്ള വർക്ക് പീസ്, കോപ്പറിൻ്റെ വർക്ക് പീസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർട്ടിയാണ്, വെൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെ വെൽഡബിലിറ്റി ഉള്ള മെറ്റൽസിൻ്റെ വർക്ക് പീസുകൾ തമ്മിൽ മാത്രമേ നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് വെൽഡബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. വെൽഡബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ റെഫേഴ്സ് ടു ഈസ് എബിലിറ്റി ടു ബി വെൽഡഡ്. മെറ്റീരിയൽസ് വെൽഡബിലിറ്റി ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി വെൽഡിംഗ് പ്രോസസ്സ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ വെൽഡബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ വെൽഡിംഗ് പ്രോസസ്സ് ഏത് വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കോപ്പറിൻ്റെ കേസ് തന്നെ പറഞ്ഞു, കോപ്പർ ആണെങ്കിൽ നമ്മുടെ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ചൊന്നും ജോയിൻ ചെയ്യാനൊക്കത്തില്ല, വെൽഡിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചൊന്നും ജോയിൻ ചെയ്യാനൊക്കത്തില്ല. പക്ഷേ കോപ്പറിൻ്റെ വർക്ക് പീസ് തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള വേറെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെൽഡിംഗ് പ്രോസസ്സ് ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതും ഈ വെൽഡബിലിറ്റിയൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും വെൽഡബിലിറ്റി ഡിപ്പെൻഡ് ചെയ്ത് വരും. മാത്രമല്ല വെൽഡബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഒരു 5-6 ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെൽറ്റിംഗ് പോയിൻറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി, തെർമൽ എക്സ്പാൻഷൻ, സർഫസ് കണ്ടീഷൻ, ചേഞ്ച് ഇൻ മൈക്രോ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഫാക്ടേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം വർക്കബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, അഫക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ് പറയാൻ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആർക്ക് വെൽഡിങ്, ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് ഒരു 3000 ഡിഗ്രി സെൽഷ്യസ് ഒരു ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അത്രത്തോളം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം 3000 ഡിഗ്രി സെൽഷ്യസിനെക്കാളും വളരെ കൂടിയ മെൽറ്റിംഗ് പോയിൻ്റുള്ള വർക്ക് പീസ് ആണ് എങ്കിൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. സാധാരണ അയണിൻ്റെ വർക്ക് പീസൊക്കെ ആണെങ്കിൽ, കാസ്റ്റ് അയണിൻ്റെ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിൻ്റെ, അതായത് അയണിൻ്റെ കണ്ടന്റുള്ള വർക്ക് പീസൊക്കെ ആണെങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1500 ആ റേഞ്ചിലായിരിക്കും മെൽറ്റിംഗ് പോയിൻ്റ് വരുന്നത്. ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ച് 3000 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഇപ്പോൾ ടങ്സ്റ്റൻ എന്നൊക്കെ പറഞ്ഞാൽ 5000-6000 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ആർക്ക് വെൽഡിങ്, സാധാരണ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് ഉപയോഗിച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതാണ് മെൽറ്റിംഗ് പോയിൻ്റ് വെൽഡബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ കാണുന്ന ഓരോ ഫാക്ടറും, തെർമൽ കണ്ടക്ടിവിറ്റിയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, കോപ്പറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ പ്രത്യേകതയും പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് എല്ലാം ബേസ് ചെയ്താണ് വെൽഡബിലിറ്റിയെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയാണ്, ടു ഗെറ്റ് വെൽഡ്, അതായത് വെൽഡ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു കേപ്പബിലിറ്റിയാണ് വെൽഡബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കാര്യം. ഇത് ഈ വെൽഡബിലിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മേ ബി 2-3 മാർക്സിന് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് വെൽഡബിലിറ്റി, അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തത്. അപ്പോൾ 2-3 മാർക്സിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ രൂപത്തിലായിരിക്കും വെൽഡബിലിറ്റി എന്താണെന്ന് ചോദിക്കുന്നത്. അത് ആദ്യത്തെ ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്ക് ഇത് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്ന സംഭവമാണ്. ഇതും 2-3 മാർക്സിൻ്റെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഹീറ്റ് അഫക്റ്റഡ് സോൺ ചിലപ്പം HAZ എന്നായിരിക്കും ക്വസ്റ്റ്യന് തരുന്നത്. ജസ്റ്റ് ഈ HAZ എന്ന ഷോർട്ട് ഫോം ആയിരിക്കും ക്വസ്റ്റ്യന് തരുന്ന സംഭവം. ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന സംഭവമാണ്. ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്താണെന്ന് പറഞ്ഞാൽ അതൊരു ഏരിയ ആണെന്ന് പറയാം.
അതായത് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്ത് വെൽഡ് ജോയിൻ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അല്ലാതെ വേറെ വെൽഡിങ്, അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യാതെ വെൽഡ് ജോയിൻ്റ് ഉണ്ടാക്കുന്നതിലൊന്നും ഇതില്ല. ഹീറ്റ് അപ്ലൈ ചെയ്ത് വെൽഡ് ജോയിൻ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ അവിടെ ഫോം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇതൊരു വർക്ക് പീസാണ്. ആ വർക്ക് പീസിൽ ഇവിടെയാണ് വെൽഡഡ് ജോയിൻറ്റ്സ് ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. ഈ പോർഷനിലാണ് നമ്മൾ അതിനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോർഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ വെൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഈ പോയിന്റിലുള്ള ഈ ഭാഗത്തുള്ള മെറ്റലിനെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുന്നത്. ഈ ഭാഗത്തുള്ള മെറ്റലിനെ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്താണ് ഇവിടെ വെൽഡ് ജോയിൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മെറ്റലിനെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഒരു ലൈൻ പോലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള മെറ്റലിനെയാണ് നമുക്ക് മെൽറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഇലക്ട്രിക് ആർക്കൊക്കെ ഉപയോഗിച്ച് വളരെ ഹൈ ടെമ്പറേച്ചർ നമ്മളവിടെ കൊടുക്കുന്നത്. അങ്ങനെ വളരെ ഹൈ ടെമ്പറേച്ചർ അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ പാർട്ടിൽ ആ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ മാത്രമായിട്ട് അവിടുത്തെ മെറ്റലൊന്ന് മെൽറ്റായി പോകുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമെന്തെന്ന് പറഞ്ഞാൽ ഹീറ്റ് അപ്ലൈ ചെയ്താണ് ഇതിനെ മെൽറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഹീറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള മെറ്റൽ മെൽറ്റ് ആവുമെങ്കിലും അതിനുള്ള ചുറ്റുമുള്ള ഭാഗവും കൂടെ കിടന്ന് ചൂടാവുകയാണ്. അപ്പോൾ ചുറ്റുമുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള ഭാഗത്ത് മെറ്റൽ മെൽറ്റ് ആവുന്നില്ല എങ്കിലും അവിടെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ആ ഭാഗം ചൂടാവുന്നുണ്ട്. അങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാവുന്നത് മൂലം ആ ഏരിയയിലുള്ള അങ്ങനെ ഹൈ ടെമ്പറേച്ചർ വരുന്ന ഏരിയയിലുള്ള മെറ്റീരിയലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും മൈക്രോ സ്ട്രക്ചറിനും ഒക്കെ ഒരുപാട് വേരിയേഷൻസും ചേഞ്ചസും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വേരിയേഷൻസും ചേഞ്ചസും വരുന്ന ആ ഒരു ഏരിയ, ആ ഒരു റീജിയനെയാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് ആർക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്താണ് വെൽഡ് ചെയ്തുണ്ടാകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്ത് ആ ഭാഗത്തെ മെറ്റൽ മാത്രം മെൽറ്റ് ചെയ്താണ് നമ്മൾ ആ ഭാഗത്ത് വെൽഡ് ജോയിൻ്റ് ഉണ്ടാക്കുന്നതെങ്കിലും അതിന് ചുറ്റുമുള്ള ഭാഗവും വളരെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാവുന്നുണ്ട്. അത് മെൽറ്റ് ആവുന്നില്ല, ചുറ്റുമുള്ള ഭാഗങ്ങൾ മെൽറ്റ് ആവുന്നില്ല എങ്കിൽ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാവുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ വേണം ആ ഭാഗത്തുള്ള മെറ്റീരിയലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് വേരിയേഷൻസ് വരും, മൈക്രോ സ്ട്രക്ചറിന് വേരിയേഷൻ വരും. അതായത് അതിൻ്റെ ഗ്രെയിൻസിന്, അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഗ്രെയിൻസിനൊക്കെ ഒരുപാട് ചേഞ്ചസ് വരും, കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ചസ് വരും. അപ്പോൾ അങ്ങനെ അഫക്റ്റ് ചെയ്യുന്ന മാറ്റങ്ങൾ വരുന്ന ആ ഒരു റീജിയനെയാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ബ്ലൂയിഷ് കളറിലുള്ള ഒരു കളർ ചേഞ്ചൊക്കെ ഇവിടെ വരുന്നത് കാണാം. അപ്പോൾ ഇത് എല്ലാ വർക്ക് പീസിനും ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വർക്ക് പീസിൽ ഇങ്ങനെ ബ്ലൂയിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് ചേഞ്ചാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തിരിച്ച് പോവുകയൊന്നുമില്ല. ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ ബ്ലൂ കളർ ഡിസപ്പിയർ ആവുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ബ്ലൂ കളർ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ മെറ്റീരിയലിൻ്റെ മൈക്രോ സ്ട്രക്ചറിനെല്ലാം എന്തൊക്കെയോ ചേഞ്ച് വന്നിട്ടുണ്ട്. മേ ബി അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ ചേഞ്ച് വന്നതുകൊണ്ടായിരിക്കാം ഈ കളർ ഡിഫറൻസ് ഒക്കെ വന്നത്. ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ഈ സാധാരണ ബേസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് പീസിൻ്റെ ബാക്കിയുള്ള ഏരിയ ചിലപ്പോൾ നല്ല മാല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കാം. പക്ഷേ ഈ ഹീറ്റ് അഫക്റ്റഡ് സോണിലെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഹാർഡ്നെസ് കൂടിയ അല്ലെങ്കിൽ ബ്രിട്ടിൽനെസ് കൂടിയ മെറ്റീരിയൽ ആയിപ്പോയിരുന്നിരിക്കാം, കാരണം ഈ ഹീറ്റ് അപ്ലൈ ചെയ്തത് കാണാം. അപ്പോൾ ഈ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് കാരണം ആ വർക്ക് പീസ് മാല്യൂബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡക്റ്റൈൽ ആയിട്ടുള്ള വർക്ക് പീസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഈ റീജിയനിൽ എവിടെയാണോ ഹീറ്റ് വരുന്നത്, അതായത് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്ന ആ റീജിയനിലെ മെറ്റീരിയൽ ചിലപ്പോൾ വളരെ ഹാർഡായി കാണും, അല്ലെങ്കിൽ വളരെ ബ്രിട്ടിലായി കാണും. അപ്പോൾ സാധാരണ ബേസ് മെറ്റലിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ഈ ഹീറ്റ് അഫക്റ്റഡ് സോണിന്. അപ്പോൾ അതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസുള്ള അല്ലെങ്കിൽ മൈക്രോ സ്ട്രക്ചറിലുള്ള ചേഞ്ചസ്, അപ്പോൾ അങ്ങനത്തെ ചേഞ്ചസ് എല്ലാം വരുന്നത് കാരണം ചിലപ്പോൾ ഒരു ഡിഫക്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയിലാണ്. വെൽഡ് ജോയിന് ചുറ്റുമുള്ള ഭാഗത്തൊരു ഡിഫക്റ്റ് ആയിട്ട് മാറാനുണ്ട്. അതായത് ഇത് കാണുന്ന പോലെ തന്നെ ഇതും ഒരു വെൽഡ് ഡിഫക്റ്റ് ആണെന്ന് പറയാം, ഈ കാണുന്നതല്ല, ഈ കളർ ഡിഫറൻസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ റീജിയനെയാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക, ഈ 2 വർക്ക് പീസ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് ഈ വെൽഡ് ജോയിൻ്റ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 വർക്ക് പീസും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ വി ഷേപ്പിലുള്ള ഈ ഒരു ഏരിയ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു, വി ഷേപ്പിലുള്ള ഏരിയ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് ഈ വി ഷേപ്പ് വരുന്ന ഈ ഒരു ആംഗുലർ ഫേസിൽ വരുന്ന മെറ്റലിനെയാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർഫസിൽ വരുന്ന ഈ ഒരു ആംഗുലർ സർഫസിൽ വരുന്ന ആ പാർട്ടിൽ വരുന്ന ആ സർഫസിൽ വരുന്ന മെറ്റലിനെ മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റ് അപ്ലൈ ചെയ്ത് മെൽറ്റ് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ കുറച്ച് ഫില്ലർ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്താണ് വെൽഡ് ജോയിൻ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ എഡ്ജസ്, അതായത് ഈ സർഫസിലുള്ള മെറ്റൽ മാത്രമേ മെൽറ്റായി പോകുന്നുള്ളൂ എങ്കിലും അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് ചേർന്ന് വരുന്ന ഭാഗത്തെ മെറ്റലും കൂടെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ റീജിയനിൽ മെൽറ്റ് ചെയ്യുന്ന അതിന്
തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിനോട് കോണ്ടാക്റ്റിൽ വരുന്ന ആ റീജിയനെയാണ് ഈ ഹീറ്റ് അവറ്റഡ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റ് അവറ്റഡ് സോണിൽ വളരെ ഹൈ ടെമ്പറേച്ചർ വരും. മെൽറ്റ് ചെയ്ത് പോകുന്നില്ല എങ്കിലും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനൊക്കെ അവിടെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ആ ഏരിയയിൽ. അപ്പോൾ ആ റീജിയനെയാണ് ഹീറ്റ് അവറ്റഡ് സോൺ എന്നുകൊണ്ട് പറയുന്നത്. ഇത് തിയറിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യമാണ്. എക്സാമിന് 2-3 മാർക്സിന് ഈ ഹീറ്റ് അവറ്റഡ് സോൺ എന്താണ് എന്ന് ചോദിക്കുകയുള്ളൂ. സിലബസിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ ടോപ്പിക്, ഹീറ്റ് അവറ്റഡ് സോൺ എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് ഹീറ്റ് അവറ്റഡ് സോൺ എന്ന് പറയുന്നത്. അപ്പം ഹീറ്റ് അവറ്റഡ് സോണും പിന്നെ വെൽഡബിലിറ്റി എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഹീറ്റ് അവറ്റഡ് സോൺ അതിൻ്റെ എക്സ്പ്ലനേഷൻ, ദ പോർഷൻ ഓഫ് ദി ബേസ് മെറ്റൽ ദാറ്റ് ഹാസ് നോട്ട് ബീൻ മെൽറ്റഡ് but its mechanical properties have been altered by the heat of welding. The size of heat awetted zone depends on metallurgical factors such as grain size, grain orientation and properties like specific heat, thermal conductivity etc. ഈ thermal conductivity വളരെ കൂടുതലാണ് എങ്കിൽ ഈ ഹീറ്റ് അവറ്റഡ് സോണും വളരെ കൂടുതലായിരിക്കും, വളരെ വലിയ ഹീറ്റ് അവറ്റഡ് സോൺ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതായത് ഈ thermal conductivity കൂടുതലാണെങ്കിൽ ഹീറ്റ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പോൾ അത് കാരണം ഹീറ്റ് അവറ്റഡ് സോൺ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ആർക്ക് ലെങ്ത് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചും ഹീറ്റ് അവറ്റഡ് സോൺ വലുതാവാനുള്ള സാധ്യതയുണ്ട്. ആർക്ക് ലെങ്ത് കൂടുകയാണെങ്കിലും ഹീറ്റ് അവറ്റഡ് സോൺ വലുതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫാക്ടറീസ് ബേസ് ചെയ്താണ് ഈ ഹീറ്റ് അവറ്റഡ് സോൺ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സംഭവത്തിനെയാണ് ഹീറ്റ് അവറ്റഡ് സോൺ അല്ലെങ്കിൽ HAZ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.